നിവിൻ ചേട്ടനാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ആള്. ഞങ്ങൾ ഇപ്പൊ എന്റെ ക്ലോസപ്പ് എടുക്കുമ്പോ അങ്ങോട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ടാവും. അപ്പൊ എന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിപ്പിക്കാനൊക്കെ നോക്കാറുണ്ട്, പറഞ്ഞൊക്കെ തരാറുണ്ട്. എന്റെ മോളെ നീ അങ്ങനെയല്ല, നീ ഇവിടെ നിൽക്ക്, നീ അങ്ങനെ ചെയ്യ്, ക്യാമറയ്ക്ക് ഫേവർ ചെയ്ത് അങ്ങനെയൊക്കെ ഒരുപാട് പറഞ്ഞു തരാറുണ്ട്. ഒരു മെക്സിക്കൻ അപാരത പക്ഷെ ഒരു ക്യാമ്പസ് പൊളിറ്റിക്സ് ആണ്. സഖാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ള കുറച്ചുകൂടി മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു സഖാവിന്റെ കഥയാണ്. മെക്സിക്കൻ അപാരത ഞാൻ എല്ലാ ഇന്റർവ്യൂലും പറയാറുള്ള ഒരു കാര്യമാണ്. മെക്സിക്കൻ അപാരത ഇസ് നോട്ട് എ ഫിലിം, ഇറ്റ് ഈസ് എ ഫീലിംഗ്. ഭാവന ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഇപ്പൊ നമ്മൾ ഇറങ്ങിയപ്പോ തൊട്ട് എന്റെ ഫേവറേറ്റ് ആക്ട്രസ് ഭാവനയായിരുന്നു. അപ്പൊ ചേച്ചിക്ക് ഇങ്ങനെ പറ്റിയത് കേട്ടപ്പോ ഷോക്കായി. പക്ഷെ ചേച്ചി അതിനെ നേരിടും എന്നുള്ളൊരു ഇതൊന്നും വലിയ കാര്യമല്ല, ഇതല്ല ഒരു പെൺകുട്ടിക്ക് പറ്റാവുന്ന ഏറ്റവും വലിയ കാര്യം, ഇതൊന്നും അല്ല ജീവിതത്തിലെ വലിയ കാര്യം. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാറുണ്ട്. ആദം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങി. ഓൾ ദി ബെസ്റ്റ് ഭാവന ചേച്ചി. എന്റെ ഫിലിം ഇൻഡസ്ട്രിയിൽ അറിയണ എല്ലാവരും പറയാറുണ്ട്, എന്നെ കളിയാക്കാറുണ്ട്. ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ വന്നല്ലോ അങ്ങനെ. എനിക്ക് പക്ഷെ ഇഷ്ടാട്ടോ. ഞാൻ ഒരിക്കലും എനിക്ക് അതിൽ ഒട്ടും ദുഃഖമില്ല, എനിക്ക് വളരെയധികം സന്തോഷം മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോ ഒരു കോട്ടയംകാരനാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും എന്നാന്നേ അതെന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെയാണ് എന്തുട്ടാടോ, അതെപ്പോഴും എവിടെ പോയാലും അതുണ്ടാവും. ഗായത്രി മെക്സിക്കൻ അപാരതയിലുമുണ്ട്, നിവിൻ പോളിയുടെ സഖാവിലുമുണ്ട്. രണ്ടും കമ്മ്യൂണിസ്റ്റ് സിനിമകളും. ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ? അറിയില്ല, ഭാഗ്യമാണ് സീക്രട്ട് തോന്നുന്നു. ഒരു മെക്സിക്കൻ അപാരത പക്ഷെ ഒരു ക്യാമ്പസ് പൊളിറ്റിക്സ് ആണ്. സഖാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ള കുറച്ചുകൂടി മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു സഖാവിന്റെ കഥയാണ്. അപ്പോൾ രണ്ടിലും ഭാഗമാകാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. എന്താണ് ഒരു കോയിൻസിഡൻസ് ആണ്, ഭാഗ്യമാണ്. പിന്നെ എന്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട് നല്ല സിനിമകൾ കിട്ടണേ, എന്താ പറയാ, ഒരുപാട് എഫേർട്സ് എടുക്കാറുണ്ട് ഞാൻ, എന്താ പറയാ, നല്ല സിനിമകളുടെ ഭാഗമാവാൻ വേണ്ടി. അതിന്റെ ഒക്കെ ഒരു മെക്സിക്കൻ അപാരതയെ പറ്റി പറയോ? മെക്സിക്കൻ അപാരത ഞാൻ എല്ലാ ഇന്റർവ്യൂലും പറയാറുള്ള ഒരു കാര്യമാണ്. മെക്സിക്കൻ അപാരത ഇസ് നോട്ട് എ ഫിലിം, ഇറ്റ് ഈസ് എ ഫീലിംഗ്. കാരണം സാധാരണ ക്ലീഷേ ക്യാമ്പസ് എന്താ പറയാ ലൊക്കേഷനുകളെ അപേക്ഷിച്ച് എന്താ പറയാ ശരിക്കുള്ള ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്യാരവൻ ഉണ്ടാവും, നടിക്കും നടനൊരു ക്യാരവൻ, അവിടെ ഭക്ഷണം കൊണ്ടു കൊടുക്കണു, പിന്നെ അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ ചെറുപ്പം വലിപ്പം എന്നുള്ളൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്ഥലത്ത് ഭക്ഷണം സെറ്റ് ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ പോയി ഒരുമിച്ചിരുന്ന് കഴിക്കും. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മേക്കപ്പ് റൂം അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവിടെ ഞങ്ങൾ എല്ലാവരും മേക്കപ്പ് ചെയ്യുക, ബെഞ്ചുമൊക്കെ കിടന്നുറങ്ങാറുണ്ട്, ഡെസ്കുമൊക്കെ. ഞങ്ങൾക്ക് സീനിലെ സമയത്ത് മൊത്തം കിടന്നുറങ്ങല. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര ഹോംലി ആയിട്ടുള്ള ഒരു സെറ്റ് ആയിരുന്നു. അപ്പൊ അതിന്റെ ആ ഒരു ഇമോഷൻ സ്ക്രീനിലെടുത്ത് കാണിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സഖാവും ഈ പറഞ്ഞ പോലെ ഒരു മെക്സിക്കൻ അപാരതയുടെ ലൊക്കേഷനിലെ പോലെ തന്നെയായിരുന്നു. നല്ല ലൊക്കേഷൻ ആയിരുന്നു, ഭയങ്കര ഹോംലി ലൊക്കേഷൻ ആയിരുന്നു. പിന്നെ അതിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഭയങ്കര സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. നിവിൻ ചേട്ടൻ, പിന്നെ KPC ലളിത മാം, അങ്ങനെ ഒരുപാട് ശ്രീനിവാസൻ സർ, ഒരുപാട് സീനിയേഴ്സിനോട് വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ സിദ്ധാർത്ഥേട്ടനാണ് ഡയറക്ടർ. അങ്ങ് ഒരു 101 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് വിന്നർ ഒക്കെ ആയിരുന്നു. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസ് എന്തായാലും ആ സിനിമയ്ക്ക് ഉണ്ട്. പിന്നെ നിവിൻ ചേട്ടൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഭയങ്കര ഒരു ഇമോഷണൽ അവസ്ഥയിലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയായിരിക്കും, കാരണം എല്ലാം ഭയങ്കര ഇമോഷണൽ ഡയലോഗ്സ്, ഇമോഷണൽ ആയിട്ടുള്ള കുറെ സീൻസ്. പിന്നെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. സീൻസ് ഒക്കെ ഇമോഷണൽ ആയിരുന്നെങ്കിലും ലൊക്കേഷൻ നല്ല ഫണ്ണായിരുന്നു. നിവിൻ ചേട്ടനാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ആള്. ഞങ്ങൾ ഇപ്പൊ എന്റെ ക്ലോസപ്പ് എടുക്കുമ്പോ അങ്ങോട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ടാവും. അപ്പൊ എന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിപ്പിക്കാനൊക്കെ നോക്കാറുണ്ട്, പറഞ്ഞൊക്കെ തരാറുണ്ട്. എന്റെ മോളെ നീ അങ്ങനെയല്ല, നീ ഇവിടെ നിൽക്ക്, നീ അങ്ങനെ ചെയ്യ്, ക്യാമറയ്ക്ക് ഫേവർ ചെയ്ത് അങ്ങനെയൊക്കെ ഒരുപാട് പറഞ്ഞു തരാറുണ്ട്. സിദ്ധാർത്ഥേട്ടനാണെങ്കിലും എന്നെ ഒരുപാട് കളിയാക്കുമായിരുന്നു. കളിയാക്കി എന്റെ ഇൻഹിബിഷൻസ് ഒക്കെ പുറത്തു കൊണ്ടുവന്നുണ്ട്. ഇപ്പൊ എന്ത് ചെയ്താലും ആര് കളിയാക്കിയാലും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിൽ ആക്കി സിദ്ധാർത്ഥേട്ടൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സത്യം കിട്ടും, ദൈവം സത്യം. എനിക്കിഷ്ടാ. ഇനി എന്താ വേണ്ടേ? ശരിക്കും മെക്സിക്കൻ അപാരത ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ ഡയറക്ടർ പറഞ്ഞു ഗായത്രിയും മേഘയും വളരെ ആക്റ്റീവായിരുന്നു എന്ന്. എന്താണ് ഈ എനർജിയുടെ പിന്നിൽ? എനർജിയുടെ രഹസ്യോ? അതിപ്പോ എന്താ പറയാ, അതായത് നെഗറ്റിവിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യാതിരുന്നാൽ നമുക്ക് പോസിറ്റിവിറ്റി ഉണ്ടാവില്ല. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി എനർജി ഉണ്ടാവും. നമ്മൾ എപ്പോഴും ഡൗൺ ആവണ വെച്ചാൽ ആൾക്കാരുടെ നിന്ന് ഈ പൊട്ട കമന്റ്സ് കേൾക്കുമ്പോൾ നമ്മളത് എഫക്ട് ചെയ്യുക, അത് നമ്മൾ പേഴ്സണലായിട്ട് എടുക്കുക. ആൾക്കാർ നമ്മളെ കുറിച്ച് എന്താ ചിന്തിക്കുക, നമ്മളത് ചെയ്യുന്നത് മോശമല്ലേന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് നെഗറ്റിവിറ്റി കയറുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഉള്ളിലേക്ക് വലിയും. ആൾക്കാർ നമ്മളെ കുറിച്ച് എന്ത് ചിന്തിച്ചാലും കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെ പെരുമാറുള്ളൂ. പക്ഷെ ബാക്കിയുള്ളവരെ ഹേർട്ട് ചെയ്യാതെയും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എനർജി വരും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മലയാളം ഇൻഡസ്ട്രിയിൽ ആരെങ്കിലും ഗായത്രിയുടെ സ്പീച്ച് നല്ലതാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ?
പറയാറുണ്ട്, എന്താ പറയാ, ട്രോൾസ് വിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് പറയാറുണ്ട്. ചാക്കോച്ചൻ പറയാറ്, മീൻ എന്റെ ഫിലിം ഇൻഡസ്ട്രിയിൽ അറിയണ എല്ലാവരും പറയാറുണ്ട്, എന്നെ കളിയാക്കാറുണ്ട്. ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ വന്നൂലോ അങ്ങനെ. എനിക്ക് പക്ഷെ ഇഷ്ടാട്ടോ, അതെനിക്കൊരു എന്റെ ഒരു ഐഡന്റിറ്റി ആയിട്ട് ഞാൻ ഒരിക്കലും എനിക്ക് അതിൽ ഒട്ടും ദുഃഖമില്ല, എനിക്ക് വളരെയധികം സന്തോഷം മാത്രമേ ഉള്ളൂ. ഭാവനയെ പറ്റി, ഭാവനയുടെ ഈ അടുത്തുണ്ടായ അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഭാവന ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഇപ്പൊ നമ്മൾ ഇറങ്ങിയപ്പോ തൊട്ട് എന്റെ ഫേവറേറ്റ് ആക്ട്രസ് ഭാവനയായിരുന്നു. ഇതുവരെ നമുക്ക് ആക്ട്രസ്മാരോടും നടന്മാരോടുള്ളൊക്കെ ആരാധനയൊക്കെ മാറി മറിയാറുണ്ട്. പക്ഷെ ഭാവന എന്നുള്ളത് അന്നും ഇന്നും അവിടെ പെർമനന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. എന്തുകൊണ്ടാന്ന് അറിയില്ല, എന്റെ സ്വഭാവമായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണോ, എന്റെ പോലെ തോന്നണോണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചേച്ചി. അപ്പൊ ചേച്ചിക്ക് ഇങ്ങനെ പറ്റിയത് കേട്ടപ്പോ ഷോക്കായി. പക്ഷെ ചേച്ചി അതിനെ നേരിടും എന്നുള്ളൊരു ഇതൊന്നും വലിയ കാര്യമല്ല, ഇതെല്ലാം ഒരു പെൺകുട്ടിക്ക് പറ്റാവുന്ന ഏറ്റവും വലിയ കാര്യം എന്നുള്ള രീതിയിൽ നേരിടും തന്നെ എനിക്ക് ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ നേരിടുകയും ചെയ്തു. ചേച്ചി അത് പോയിട്ട് അറിയിച്ചു. ഇപ്പൊ ചേച്ചി എന്താ പറയാ, എല്ലാവരും മുമ്പിൽ തല ഉയർത്തി തന്നെയാണ് നടക്കണേ. ഇതൊന്നും അല്ല ജീവിതത്തിലെ വലിയ കാര്യം. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാറുണ്ട്. ആദം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങി. ഓൾ ദി ബെസ്റ്റ് ഭാവന ചേച്ചി. നമ്മളിപ്പോ ഇൻഡസ്ട്രിയിലത്തെ ആരോട് ചോദിച്ചാലും ആരാണ് ഇൻഡസ്ട്രിയിലെ ഫ്രണ്ട്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 പേരുകളിൽ ആദ്യത്തെ പേര് ഭാവന എന്ന് വെച്ചിട്ടാവും തുടങ്ങുക. അപ്പൊ പ്രൊഫഷണലിനെക്കാട്ടും അപ്പുറത്തേക്ക് ചേച്ചി ഉണ്ടാക്കിയ കുറെ ബന്ധങ്ങളുണ്ട്. അത് ചേച്ചിക്ക് ആ പ്രശ്നം ഉണ്ടായപ്പോ ഇവിടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടായ്മയും നമുക്ക് മനസ്സിലാവും ചേച്ചി എത്രത്തോളം ആൾക്കാർക്ക് പ്രിയപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നു നല്ലൊരു നടി എന്നുള്ളതിനെക്കാട്ടും ഉപരി നല്ലൊരു മനുഷ്യനായിട്ടുള്ളൊരു നടി ആവണമെന്നാണ് എനിക്കൊരു ആഗ്രഹം. നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? ചന്ദനമഴ സീരിയൽ വിഷയം എന്തായിരുന്നു? ഏതോ ഒരു ഡബ് സ്മാഷ് വീഡിയോ അതോ? അപ്പോ ചന്ദനമഴയെ കുറിച്ചല്ല എനിക്ക് പറയാനുള്ളത്, ആഭരണമഴ എന്ന് പറഞ്ഞ വീഡിയോ കുറിച്ച്. അപ്പൊ ഞങ്ങളൊരു ലൊക്കേഷനിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഫ്രണ്ട്സിനും ആഭരണമഴ എന്ന് പറഞ്ഞ ഈ സ്പൂഫ് വീഡിയോ കിട്ടി. അപ്പൊ അത് കണ്ട് അതിന്റെ ഭയങ്കര ഫാൻസ് ആയിട്ട് ഞങ്ങൾ തന്നെ അതിലത്തെ ഓരോ ക്യാരക്ടേഴ്സ് ആയിട്ട് അതേ ഡയലോഗ് അതേ സീൻ തന്നെ ഞങ്ങൾ അഭിനയിച്ച് നോക്കിയപ്പോ വലിയ കുഴപ്പമില്ലല്ലോ, വീഡിയോ എടുത്തപ്പോൾ വലിയ കുഴപ്പമില്ല തോന്നി. അപ്പൊ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അത് അപ്ലോഡ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടായ സംഭവങ്ങൾ പിന്നെ ഞങ്ങൾക്കൊന്നും ഓർമ്മയില്ല. ഭയങ്കര ട്രോൾസ് ആയി, ഭയങ്കര എന്താ പറയാ, ഒരു സിനിമ കൊണ്ട് നിലനിൽപ്പ് മറന്ന നടിമാർ, എന്താ പറയാ, ഗായത്രി സുരേഷ് സീരിയൽ ഇൻഡസ്ട്രി നടിമാരെ കളിയാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആൾക്കാർ അതിനെ ഇങ്ങനെ വ്യാഖ്യാനിച്ചു എന്നറിഞ്ഞപ്പോ ഒരുപാട് സങ്കടം, ആ സമയത്തൊക്കെ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ഒരുപാട് പേര് തെറി വിളിക്കണു ഫേസ്ബുക്കിലൂടെ, ഭയങ്കര സങ്കടമുള്ളൊരു അവസ്ഥ തന്നെയായിരുന്നു. ഒരുപാട് പേര് നല്ലതായിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താ പറയാ, കലക്കി മോളെ പൊളിച്ചു. വേറൊരു കാര്യം, എന്താ പറയാ, ഒരു ആഡ് കോർഡിനേറ്റർ ഉണ്ട്, ആളുടെ പേരെന്താ, നരേഷ് കൃഷ്ണ, കാസ്റ്റിംഗ് ഡയറക്ടറാണ്. അപ്പൊ അങ്ങോര് ആ ചേട്ടൻ കണ്ടുണ്ടോ ആ വീഡിയോ? അത് ഞാൻ മതിൽമ ഇങ്ങനെ അതേപോലെ തന്നെ ഗായത്രി ദിസ് ഇസ് ഫോർ യു എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ മതിൽമ ഒരു സാധനം എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതാണ് എനിക്ക് കിട്ടിയതിൽ ഏറ്റവും ഒരു നല്ലൊരു ഇതായത്. ഇല്ല, ചന്ദനമഴ ഞാൻ സീരിയല് കാണാറുള്ള ഒരാൾ തന്നെയാണ്. ഞാൻ പണ്ട് കെ രാജീവിന്റെ മേഘം, സ്വപ്നം, അവിചാരിതം, ഓർമ്മ, പിന്നെ അതുപോലെ എന്റെ മാനസപുത്രി, ഇതൊക്കെ ഞാൻ കാണുന്ന ഒരാളായിരുന്നു. ഞാൻ ഭയങ്കര ഫാനായിരുന്നു ഇതിന്റെയൊക്കെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് സീരിയൽ കാണൽ നിർത്തി. എനിക്ക് തോന്നുന്നു കോളേജിൽ ജോയിൻ ചെയ്തപ്പോൾ തിരക്കൊക്കെ ആയിട്ട് അങ്ങനെ നിർത്തിയതാണ്. അല്ലാതെ ഒരിക്കലും ഒരു സീരിയൽ വിരോധിയല്ല ഞാൻ. ശരിക്കും നമുക്കൊരു എന്റർടൈൻമെന്റ് ആണ് സീരിയൽ. എല്ലാ ദിവസവും വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് കാണാറുള്ള എന്റർടൈൻമെന്റ് തന്നെയാണ് സീരിയൽ. അപ്പോ ചന്ദനമഴ ഞാൻ അവിടുന്ന് കുറച്ച് ബിറ്റ്സ് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ അങ്ങനെ ഫുൾ ടൈം ആയിട്ട് ഞാൻ അത് കണ്ടിട്ടില്ല. ചായ വെച്ചോളി. തന്നിൽ ഒളിച്ചിരുന്ന ആക്ടിംഗ് സ്കിൽ എപ്പോഴാണ് അറിഞ്ഞത്? ഇല്ല ചേട്ടാ, എനിക്ക് ആക്ടിങ് കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പണ്ട് തൊട്ടേ എനിക്ക് അഭിനയിക്കണം എന്നുള്ളത് എന്റെ മനസ്സിലത്തെ ഒരു മോഹമായിരുന്നു. ആര് ചോദിച്ചാലും പുറത്ത് ഞാൻ ഡോക്ടർ ആണെന്ന് പറയാം, പക്ഷെ എന്റെ മനസ്സിന്റെ ഉള്ളിൽ സിനിമാ നടി തന്നെയായിരുന്നു. എന്തെങ്കിലും ഒരിക്കൽ ഒരു സിനിമാ നടിയാവണം, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയിൽ അഭിനയിക്കും എന്നുള്ള ചിന്ത എന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതലേ എന്റെ മനസ്സിലുള്ള ഒരു ആക്ടർ ഉണ്ട്, എന്റേതായിട്ടുള്ള രീതിയിലുള്ള. FM-ൽ RJ ആയിക്കൂടെ എന്ന് ആരെങ്കിലും ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ? ഉണ്ട്, ചോദിക്കാറുണ്ട്. ഈ FM-ലൊക്കെ പോകുമ്പോ, ഇന്റർവ്യൂസിനൊക്കെ പോകുമ്പോ ചോദിക്കാറുണ്ട് RJ ആയിക്കൂടെയായിരുന്നു. ശരിയാണ്, എനിക്ക് RJ ഭയങ്കര ഇഷ്ടമാണ്. അതായത് എനിക്ക് ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ സംസാരിച്ച് നമ്മുടെ ലിവിങ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യമാണ്. പക്ഷെ ഭാഗ്യം ഉണ്ടായിട്ടില്ല. ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. നമ്മുടെ റൂട്ട്സിൽ നമ്മളെപ്പോഴും പിടിച്ചു നിൽക്കൂലേ. നമ്മളിപ്പോ ഒരു കോട്ടയംകാരനാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും എന്നാന്നേ അത് എന്തായാലും ഉണ്ടാവും.
അതുപോലെ തന്നെയാണ് എന്തുട്ടാടോ, അതെപ്പോഴും എവിടെ പോയാലും അതുണ്ടാവും. അത് ഒരു ഇൻഫ്ലുവൻസിനും അത് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മള് വളരണ സമയത്ത് നമ്മുടെ മനസ്സിൽ ഇൻസ്റ്റിൽഡ് ആവണ കുറെ കാര്യങ്ങളുണ്ട്. അത് എവിടെ പോയാലും മാറ്റാൻ പറ്റില്ല. അത് അങ്ങനെ തന്നെ ഉണ്ടാവും. സംസാരിക്കും, ഉറപ്പായിട്ടും സംസാരിക്കും. പക്ഷെ നമ്മള് എന്താ പറയാ, ലൊക്കേഷൻ തൃശ്ശൂർ ഭാഷ തന്നെയായിരിക്കും ബേസിക്കലി. പക്ഷെ എനിക്ക് അതാണ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ മോഹം. വേറെ ഭാഷകൾ ട്രൈ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. കാരണം സിനിമ എന്ന് പറയുമ്പോൾ നമ്മളൊരു ക്യാരക്ടർ ആവണം. ചിലപ്പോൾ ആ ക്യാരക്ടർ ഇടുക്കിക്കാരനാവാം, കോട്ടയംകാരനാവാം. അപ്പോഴും ഞാൻ തൃശ്ശൂർ ഭാഷ പറയുന്ന പറഞ്ഞിട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. കഥയാണ് നീളേ അത് കേട്ടുപോകാനണയു നീ. അപ്കമിങ് മൂവിയെ പറ്റി എന്തെങ്കിലും പറയാമോ? ഞാൻ ഇപ്പൊ ഒരു തമിഴ് ഫിലിം ചെയ്യുന്നുണ്ട്. അതിന്റെ പേര് 4G എന്നാണ്. അതില് ആക്ടർ GV പ്രകാശാണ്. GV പ്രകാശ് തെറിയുടെയും രാജാറാണിയുടെ ഒക്കെ മ്യൂസിക് ഡയറക്ടറാണ്. അപ്പൊ അങ്ങോട്ട് ഇപ്പൊ ഒരു 5-6 സിനിമയായിട്ട് ചെയ്യണു. അതിന്റെ ഡയറക്ടർ ശങ്കർ സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള വെങ്കട് പാക്കർ സാറാണ്. അങ്ങോട്ട് ഫസ്റ്റ് മൂവിയാണ്. അതൊരു ഫാന്റസി ലവ് സ്റ്റോറിയാണ്. മലയാളത്തിൽ വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു ഫുൾ ലെങ്ത് ക്യാരക്ടർ കിട്ടിയൊരു സിനിമയാണ്. മൊത്ത സിനിമയിലുണ്ട്. അത് എങ്ങനെയാവുമെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നന്നാക്കിയിട്ടുണ്ട്. നിഷ എന്നാണ് ക്യാരക്ടറുടെ പേര്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള, ബബ്ലി ആയിട്ടുള്ള, ബോയ്ഷ് ആയിട്ടുള്ള കുട്ടിയല്ല, ഗേളിഷ് ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള കുട്ടി. നല്ലൊരു IT പ്രൊഫഷണലാണ്. അങ്ങനെ എനിക്ക് കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ ഷൂട്ട്. പക്ഷെ നമ്മൾ അവരിൽ നിന്ന് കണ്ടുപഠിക്കേണ്ട, ബാക്കി തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്ന് കണ്ടുപഠിക്കേണ്ടത് ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മെന്റാലിറ്റിയാണ്. അതായത് ഞാൻ ഇത്രയും വലിയൊരു ആളാണ് എന്നല്ല അവർ ചിന്തിക്കുക, ഇനിയും ഞാൻ വളരാണ്ട് എന്നുള്ളത് ആ സ്വഭാവത്തിൽ നിന്ന് വളരെ പ്രകടമാണ്. എന്ത് പറയുമ്പോഴും അവർ അമ്മ, എന്താ പറയാ, എന്നമ്മ, എന്നെ പണിട്ടിരിക്കുക, അങ്ങനെ ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ട് സംസാരിക്കുക. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്, ഇതുവരെ എന്താ പറയാ, എന്റെ തൃശ്ശൂർ ഭാഷ സഹിച്ചതിന് ഞാൻ ഒരുപാട് ട്രോള് കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും അതൊക്കെ സഹിച്ച് ഇനിയും എന്റെ സിനിമകൾ കണ്ട് എന്റെ കൂട്ട് നിന്ന എല്ലാ പ്രേക്ഷകരോടും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇനി ഞങ്ങളൊരു മെക്സിക്കൻ അപാരത ഇറങ്ങാൻ പോവാണ്. നിങ്ങൾ എല്ലാവരും അത് കാണണം. നല്ലൊരു സിനിമയായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആവില്ല. എല്ലാവരും കാണുക, ഞങ്ങളെ അനുഗ്രഹിക്കുക, ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക. താങ്ക് യു, ബൈ. ഇത് പടത്തിന്റെ അല്ല, പേഴ്സണലാ അല്ല ചേട്ടാ. ഞാൻ സംസാരിച്ചല്ലേ.